സമനിലയിൽ കുരുങ്ങി പോർച്ചുഗൽ. കൊളംബിയയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ രഹിത സമനിലയിൽ പോർച്ചുഗലും കൊളംബിയയും പിരിയുകയുണ്ടായി. ഇതോടെ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായി കൊളംബിയ മുന്നേറുകയുണ്ടായി. രണ്ടാം സ്ഥാനത്ത് പോർച്ചുഗലും മൂന്നാം സ്ഥാനത്ത് DR കോങ്കയുമാണ് നിലവിലുള്ളത്. പോർച്ചുഗലിൻ്റെ റൗണ്ട് ഓഫ് 32 എതിരാളികൾ ക്രൊയേഷ്യയായിരിക്കും. തുടർന്നു വരുന്ന മത്സരങ്ങളിൽ പോർച്ചുഗലിന് കടുപ്പമേറിയ പാതകളാണ്. ക്രൊയേഷ്യ പോർച്ചുഗൽ മത്സരം മറികടന്നാൽ പോർച്ചുഗലിന് സ്പെയിനോ ജർമ്മനിയോ ഫ്രാൻസോ മറ്റുള്ളവരൊക്കെ ആയിരിക്കും സെമി വരെയുള്ള പാതകളിൽ എതിരാളികളായി ഉണ്ടാവുക. തീർച്ചയായും ഇന്നത്തെ മത്സരത്തിൽ ശരാശരി നിലവാരമാണ് പോർച്ചുഗൽ പുലർത്തിയിരുന്നത്. പോർച്ചുഗലിനായി ക്രിസ്ത്യാനോ റൊണാൾഡോയും പെഡ്രോ നെറ്റയും ജാവോ ഫെലിക്സും ബ്രൂണോ ഫെർണാണ്ടസും മുന്നേറ്റ നിരയെ നയിച്ചപ്പോൾ കൊളംബിയയ്ക്കായി കോർബോഡയും റോഡ്രിഗസും ലൂയിസ് ദിയസുമാണ് മുന്നേറ്റ നിരയെ നയിച്ചത്. വളരെ മനോഹരമായി കൊളംബിയൻ നിര ഒരുപാട് അറ്റാക്കിംഗ് നടത്തിയെങ്കിലും ഫിനിഷിങ്ങിലേക്ക് കൊളംബിയൻ നിരയ്ക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അവസാന എക്സ്ട്രാ ടൈമിൽ കൊളംബിയ ഒരു ഹെഡർ ഗോളുകൾ നേടിയെങ്കിലും ഓഫ് സൈഡിലൂടെ ആ ഒരു ഗോൾ വിലക്കുകയായിരുന്നു. രണ്ട് വശത്തും ഗോൾ കീപ്പറല്ലാതെ മറ്റാരും മികച്ച നിലയിൽ റേറ്റിംഗോടെ കളിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാം കാണേണ്ടത്. കളിയുടെ ഓവറോൾ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കൊളംബിയ 26 ഷോട്ട്സും പോർച്ചുഗൽ 13 ഷോട്ട്സുമാണ്. കൊളംബിയ 6 ഷോട്ട് ഓൺ ടാർഗറ്റും പോർച്ചുഗൽ 2. ബോൾ പൊസിഷൻ്റെ കാര്യത്തിലെത്തുമ്പോൾ കൊളംബിയ 55%, 45% പോർച്ചുഗലിൻ്റെ ഭാഗത്തു നിന്നും. 525 പാസസ് കൊളംബിയ കംപ്ലീറ്റ് ആക്കിയപ്പോൾ 423 പാസുകളായിരുന്നു പോർച്ചുഗലിൻ്റെ ഭാഗത്ത്. തീർച്ചയായും നിറം മങ്ങിയൊരു കളിയായിരുന്നു പോർച്ചുഗലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്കിത് കൂടെ കാണാൻ സാധിക്കുന്നത്. പാസ് അക്യുറസിയുടെ കാര്യത്താണെങ്കിൽ പോർച്ചുഗൽ ഇത്തിരി മുൻപന്തിയിലെങ്കിലുണ്ട്. 93% അക്യുറസിയുണ്ട്. ഫൗളിൻ്റെ കാര്യത്തിൽ കൊളംബിയ 12ഉം പോർച്ചുഗൽ 6ഉമാണ്. ഇതോടെ പോർച്ചുഗൽ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും അടുത്ത പോർച്ചുഗലിൻ്റെ എതിരാളികൾ ക്രൊയേഷ്യയുമാണ്. തീർച്ചയായും പോർച്ചുഗലിൻ്റെ പാത വളരെ തടസ്സമേറിയതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് ചുമക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ്.